ഇനി അടുത്ത് നോക്കാൻ പോണത് ഒരു സെയിൽസ് ഓർഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഞാൻ കറൻലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെല്ലിങ്ങിൻ്റെ കേസാണ്. ഇപ്പോൾ നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്തു, കസ്റ്റമർ ക്രിയേറ്റ് ചെയ്തു, അതേപോലെ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്തു. ഈ വീഡിയോസ് മൊത്തം പ്രീവിയസ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാ ക്രിയേഷൻസിൻ്റെ വീഡിയോസ് കാണാവുന്നതാണ്. സോ അടുത്തത് പോകുന്നത് സെയിൽസ് ഓർഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സെയിൽസ് ഓർഡർ സെർച്ച് ചെയ്യുന്നു, നമുക്ക് ലിസ്റ്റ് കിട്ടും. ഇതിൻ്റെ എല്ലാ ഷോർട്ട് കട്ട്സും നമ്മളെ ഹോം പേജിൽ അവൈലബിൾ ആണ്. സോ ഇപ്പോൾ സെല്ലിങ്ങിൻ്റെ കേസിൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐറ്റംസ് സെയിൽസ് ഓർഡറൊക്കെ കാണാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഷോർട്ട് കട്ട്സും ഇവിടെ ഉണ്ടാവും. സോ സെയിൽസ് ഓർഡർ പോകുന്നു. ദെൻ ഇപ്പോൾ കറൻലി കുറച്ച് സെയിൽസ് ഓർഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇതിലേതെങ്കിലും ഡിലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് ആക്ഷനിൽ പോയി ഡിലീറ്റ് ആക്കാം. ഓക്കെ, വൺ സബ്മിറ്റഡ് ഡോക്യുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ക്യാൻസൽ ചെയ്യാൻ പറ്റും, എന്നിട്ട് വേണം ഡിലീറ്റ് ചെയ്യാൻ. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ എങ്ങനെ ഒരു പുതിയൊരു സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇവിടുന്ന് ആഡ് സെയിൽസ് ഓർഡർ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൊട്ടേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ കൊട്ടേഷൻ തന്നെ നമുക്ക് സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കൊട്ടേഷൻ എങ്ങനെ സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ ഫസ്റ്റ് കൊട്ടേഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ഒരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. എനിക്ക് ഈ കൊട്ടേഷൻ എഗെയിൻസ്റ്റ് ഒരു സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യണം. സോ ഇവിടെ ഒരു ക്രിയേറ്റ് ബട്ടൺ കണ്ടില്ലേ. സോ ഈ ക്രിയേറ്റ് ബട്ടൺ യൂസ് ചെയ്ത് സെയിൽസ് ഓർഡർ പോവാം. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊട്ടേഷനിൽ എന്തൊക്കെ ഫീൽഡ് ആഡ് ചെയ്തിരിക്കണോ ആ ഫീൽഡ് മൊത്തം ഈ സെയിൽസ് ഓർഡറിൽ ഫെച്ച് ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊട്ടേഷൻ്റെ കസ്റ്റമർ അഷ്കറാണ്. സോ ആ കസ്റ്റമർ ഇവിടെ വന്നു. അതേപോലെ കൊട്ടേഷൻ്റെ ഐറ്റംസ് ഇവിടെ വന്നു. എല്ലാ ടാക്സ് അടക്കം, അതായത് അഡീഷണൽ ഡിസ്കൗണ്ട് അടക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരും. ഓക്കെ, സോ ആ കസ്റ്റമർ അഡ്രസ്സും എല്ലാ കാര്യങ്ങളും ഇവിടെ ഫെച്ച് ആവും. ഓക്കെ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടുന്ന് ഇപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. ഇപ്പോൾ പേയ്മെൻറ്റ് ടേംസ് ഞാൻ ഒന്ന് പുതിയ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതായത് ലൈക്ക് 30 ഡേ ക്രെഡിറ്റ് എന്നുള്ളത് കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് 30 ഡേയ്സ് ക്രെഡിറ്റ് എന്നുള്ളത് കൊടുത്തു. അതിൻ്റെ പേയ്മെൻറ്റ് ടൈം ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇത് നമ്മൾ ടെംപ്ലേറ്റായി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ടേം സെയിം പോലെ തന്നെ 30 ഡേയ്സ് എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ദെൻ ക്രെഡിറ്റ് ഡേയ്സ് ഞാൻ 30 എന്നുള്ളത് കൊടുത്തു. എനിക്കൊരു മാസത്തിനാണ് ഇൻവോയ്സ് പോർഷൻ, എനിക്ക് ഇൻവോയ്സിൻ്റെ ഫുൾ എമൗണ്ട് എനിക്ക് ക്രെഡിറ്റിലായിട്ടാണ് വേണ്ടത്. അതെല്ലാം ഇവിടെ കൊടുത്തു. ദെൻ സേവ് ചെയ്യുന്നു. ദെൻ ഇപ്പോൾ ആ പേയ്മെൻറ്റ് ടൈം വന്നു. ഇനി സെയിം ടെംപ്ലേറ്റിൽ തന്നെ നമുക്ക് അടുത്ത ടൈം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ഈ ടേബിളാണ് പേയ്മെൻറ്റ് ടൈം, ഇവിടെ കൊടുത്തതാണ് ടെംപ്ലേറ്റ്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 30 ഡേയ്സ് എന്നുള്ള ടൈം വന്നു. അതിൻ്റെ ഇൻവോയ്സ് പോർഷൻ 100% ആൻഡ് ഡേയ്സ് വരുന്നത് 30 ആണ്. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. ദെൻ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോവാം. ഓക്കെ, ജസ്റ്റ് ഞാൻ നേരത്തെ സെയിൽസ് ഓർഡർ എടുക്കുന്നു. ദെൻ പുതിയൊരു സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു കൊട്ടേഷനിൽ എങ്ങനെ സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അതായത് ഏത് കൊട്ടേഷനാണോ കൊട്ടേഷൻ ഓപ്പൺ ചെയ്യുക, അവിടെ ക്രിയേറ്റ് ബട്ടൺ ഉണ്ടാവും. ക്രിയേറ്റ് ബട്ടണിൽ സെയിൽസ് ഓർഡർ ഉണ്ടാവും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സെയിൽസ് ഓർഡറിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കൊട്ടേഷനിൽ എന്തൊക്കെ ഫീൽഡ് കൊടുത്തുക്കണോ ആ ഫീൽഡ് മൊത്തം ഈ സെയിൽസ് ഓർഡറിൽ ഫെച്ച് ആവും. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് സ്റ്റാൻഡ് അലോൺ സെയിൽസ് ഓർഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് മാനുവലി എങ്ങനെ ഒരു സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ സെയിൽസ് ഓർഡർ ഓപ്പൺ ചെയ്തു. അതിൽ കസ്റ്റമർ സെലക്ട് ചെയ്തു. ദെൻ ലൈക്ക് ആവശ്യമുള്ള ഡെലിവറി ഡേറ്റ് എന്നാണ് ഈ ഓർഡർ ഡെലിവറി ചെയ്യണമെന്നുള്ള ഡേറ്റ് കൊടുത്തു. അങ്ങനെ ഇപ്പോൾ ഇതിലും കുറേ ഫീൽഡുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ആസ് പെർ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് നമ്മളിത് കസ്റ്റമൈസബിൾ ആണ്. സോ കറൻലി ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഡെമോ സൈറ്റിലുള്ള സെയിൽസ് ഓർഡർ ക്രിയേഷനാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, സോ ഇതിൽ ഞാൻ കസ്റ്റമർ കൊടുത്തു. അപ്പോൾ കസ്റ്റമർ ടാക്സ് ഐ ഡി ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നു, ബിക്കോസ് ഞാൻ കസ്റ്റമറെ ഡോക്യുമെൻറ്റിൽ ടാക്സ് ഐ ഡി കൊടുത്തിരുന്നു. ഓക്കെ, ദെൻ ഞാൻ ഐറ്റംസ് ആഡ് ചെയ്തു. ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി 2 കൊടുത്തു. അതിൻ്റെ റേറ്റ് വരുന്നത് 20 ആണ്. സോ ടോട്ടൽ 40. എനിക്ക് റേറ്റ് ചേഞ്ച് ചെയ്യാം, ഞാൻ 30 കൊടുത്തു. സോ ടോട്ടൽ 60.
ദെൻ ടാക്സ് ഉണ്ട്. ടാക്സ് ഞാനിവിടെ കൊടുത്തു. വാറ്റ് 5% ടാക്സ് വന്നു. ടാക്സ് എമൗണ്ട് 3 ആണ്. ഗ്രാൻഡ് ടോട്ടൽ വരുന്നത് 63 ഓക്കെ. അതായത് 60 + 3 സോ 63 വരുന്നത്. എനിക്ക് ഡിസേബിൾ ചെയ്യാനൊന്നുമില്ല, സോ അതൊന്നും കൊടുത്തില്ല. ഡിസ്കൗണ്ട് ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, ഞാൻ ഡിസ്കൗണ്ട് ജസ്റ്റ് ഒരു എമൗണ്ട് കൊടുത്തു, 3 കൊടുത്തു. അപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ 60 ആയി. ഓക്കെ, ദെൻ ജസ്റ്റ് ചെക്ക് ചെയ്യുക. കസ്റ്റമർ അഡ്രസ്സ് ഇവിടെ വന്നു. ടേംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുക. സോ 30 days ക്രെഡിറ്റ് വരും. ഓക്കെ, ദെൻ സേവ് ചെയ്യുന്നു. വൺസ് ആസ് യൂസ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ സേവ് ചെയ്യുമ്പോൾ നമ്മുടെ സെയിൽസ് ഓർഡർ ഡോക്യുമെൻ്റ് ഡ്രാഫ്റ്റിലാവും. ഓക്കെ, എല്ലാ ഫീൽഡുകളും ഡീറ്റെയിൽസ് കാര്യങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, വൺസ് സബ്മിറ്റ് ചെയ്താൽ അത് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ക്യാൻസൽ ചെയ്ത് അമെൻഡ് ചെയ്തിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ. ഇപ്പോൾ സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് വരൽ ടു ഡെലിവർ ആൻഡ് ബില്ല് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഡെലിവറി ചെയ്യാനുണ്ട്, ബില്ല് ചെയ്യാനുണ്ട്. വിച്ച് മീൻസ് നമ്മൾ ഇൻവോയ്സ് അടിച്ചിട്ടില്ല, അതേപോലെ ഡെലിവറി നോട്ട് അടിച്ചിട്ടില്ല. സോ അതിൻ്റെ സ്റ്റാറ്റസ് ടു ഡെലിവർ ആൻഡ് ബില്ല് എന്നുള്ളതാവും. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഇൻവോയ്സ് ക്രിയേഷൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഡെലിവറി നോട്ട്. ഓക്കെ, അത് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം.